ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നുണ്ടല്ലോ ഗോൾഡ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അതെ, നമ്മുടെ വെഡ്ഡിങ് ഇതാ February 8 ഇതാ അടുത്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് January 14 കേട്ടോ. സോ നമുക്കധികം ദിവസമില്ല. അപ്പം നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തു. നമ്മളിനി നമുക്ക് വേണ്ട മോഡൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എടപ്പാളുള്ള റീഗൽ ജ്വല്ലറിയിലേക്കാട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ അവിടെ ചെന്ന ഉടനെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യപ്പെട്ട തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നിങ്ങൾ കാണണം, ഞാനൊന്ന് കോഫി കുടിക്കാൻ മോള് പോയി വന്നപ്പോഴേക്കും ഞാൻ ഇരുന്ന സീറ്റ് വരെ പോയി, അത്രയും തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഗോൾഡിന് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. 58 59 അത്രയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്ത സമയത്ത് 56 സംതിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ സെറ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു. എനിക്ക് ഈ ഒരു സെറ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡുള്ളതിന് എന്തോ പേര് പറയുമല്ലോ, ഞാൻ മറന്നുപോയി. അതിന് നല്ല പണിക്കൂലി കുറച്ച് കൂടുതലാണ് കേട്ടോ ആ ഒരു ടൈപ്പിന്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വേണ്ട ആ ഒരു സെറ്റ് നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ മാലയും വളയും അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം അതിൽ സെറ്റാക്കണം കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ അത് ഓൾറെഡി സെറ്റാക്കി, ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുള്ള മാലയാണ് ഇപ്പോൾ ആ ഡിസ്പ്ലേയിൽ നിങ്ങൾ കണ്ടത്. ഞങ്ങൾ ശരിക്കും കാണിച്ചു കേട്ടോ. അപ്പോൾ അത് ഇട്ട് നോക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഈ ഒരു മാല ഉണ്ടല്ലോ, ഈ ഒരു മുല്ലമുട്ട് പോലത്തെ ഈ ഒരു മാല ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അത് എൻഗേജ്മെൻറ്റ് ഇട്ട മാല ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു മോഡൽ ഇത് ഇപ്പോൾ എടുക്കുന്നതല്ല കേട്ടോ. ആ ഒരു മോഡൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പും കൂടെ കഴുത്തിൽ വെച്ച് നോക്കിയിട്ടാണ് ബാക്കി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഞാനും അമ്മയും അച്ഛനും ആതിരി പിന്നെ മേമയായിരുന്നു കേട്ടോ. കാരണം മേമയ്ക്ക് ഓൾറെഡി ആതിരിക്ക് ഒരു കൈ ചെയിൻ എടുത്തു കൊടുക്കണേ കല്യാണത്തിന്, അപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് മേമ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സെക്കൻഡ് ഇടുന്ന ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര യൂണീക്കായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ. പിന്നെ എടുത്ത് തരുന്ന ചേട്ടൻ പ്രത്യേകം പറയണമല്ലോ, റീഗലിലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്ത് തരുന്ന ആൾക്കാരെക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചേട്ടനാട്ടോ. നന്നായി നമുക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അത് അതിലിങ്ങനെ സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ ആ ഒരു ചേട്ടൻ. ആ ചേട്ടൻ്റെ പേരെന്തോ പ്രശാന്തോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും നല്ല സർവീസായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ആദ്യം മേമയാണ് കേട്ടോ ഈ ചെയിനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ അപ്പോഴേക്കും അവിടുത്തെ സെയിൽസ് ചേച്ചി തന്നെ വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ഓരോ മാലയും ഇട്ടിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എല്ലാം വെച്ച് ഇങ്ങനെ ഡിസ്പ്ലേയിൽ മാത്രമല്ലേ അതായത് നമ്മൾ ആ ഒരു ഡമ്മി സാധനത്തിൽ മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പം ഇപ്പം അവൾ സെറ്റ് ചെയ്ത് ഇട്ട് നോക്കുകയാണ് കേട്ടോ. ആർക്കും ഇല്ലാത്ത മോഡലെന്ന് ഞാൻ പറഞ്ഞത് ആർക്കും ഇല്ലെന്നല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലാർക്കും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം എനിക്ക് അമ്മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ഒരു വോൾ സെറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു മാലയാണ് കേട്ടോ. കാരണം നമുക്ക് പുറത്തൊക്കെ ഇപ്പോൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെയിനായിരുന്നു അത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടൊന്ന് പോസ് ചെയ്തിരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ.
ഇതിട്ടപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു മുഖത്തെ പ്രസരിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് സെറ്റാക്കി വെച്ച ആ ഒരു ഓർണമെൻറ്റ്സിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആൾക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തല്ല, ഇത് എന്തായാലും നമുക്കിത് ഫിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇട്ട ചെയിൻ ഉണ്ടല്ലോ, അതൊരു ഡിസ്പ്ലേ വേറെന്തോ അവർ ഓർഡർ വന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ സെയിം സാധനം നമ്മൾ പണിയിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ, നെക്ലേസ് ഇട്ടിട്ട് അതിൻ്റെ താഴെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ അതിൽ പാദസരം നമ്മൾ ഇടുമ്പോൾ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്തിട്ട് മൊത്തത്തിലൊരു കവർ ചെയ്തു. കാരണം അവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പാദസരം കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പും ഫില്ലായിട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വളയാണ് കേട്ടോ. അപ്പം വള കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ഇടാമെന്ന് പിന്നെ തോന്നി കേട്ടോ. കാരണം ഓൾറെഡി ഈ ചെയിനൊക്കെ ഇട്ട ശേഷമാണല്ലോ നമ്മൾ വള നോക്കിയത്. അപ്പം നമുക്ക് തോന്നി അയ്യോ വള കൂടെ ഇട്ടിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇരുന്നിട്ട് നമുക്ക് വള സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇടാമെന്ന്. അപ്പോൾ അതുവരെ ആ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് അവിടെ ഇരിക്കട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഹാ, എന്താ മുഖത്തെ പ്രസരിപ്പ്, 110 വോൾട്ട് കത്തി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളയും കൂടെ നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വള നോക്കിയപ്പോൾ 2-3 മോഡൽ നമുക്ക് കാണിച്ചു. കുറേ മോഡൽ നമ്മൾ നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ട 2-3 അത് നമ്മളുടെ ഓൾറെഡി ഉള്ളതായിരുന്നു. അപ്പോൾ കുറച്ച് വീതിയിലുള്ള വള നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 5-6 ഇട്ടാൽ മതിയല്ലോ, ഒരു കൈ ഫുള്ള് കവർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എടുത്ത് തന്നെയായിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിന് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2-3 മോഡൽ ഇഷ്ടപ്പെട്ടു. അതിൽ ഒരെണ്ണം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ അതായത് എൻഡിൽ 2 സൈഡിലും വേറെ ടൈപ്പ് വളയും ബാക്കിയെല്ലാം ഒരേ സെയിം സാധനം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വളയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഏട്ടൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തരികയാണ് കേട്ടോ. ഓൾറെഡി ഉണ്ട്. അങ്ങനെ വള സെറ്റ് ചെയ്ത ശേഷം നമ്മൾ പാദസരം എടുക്കാനാണ് കേട്ടോ. അതായത് നമുക്ക് ആംഗ്ലറ്റ് നമ്മൾ കല്യാണത്തിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ, അത് കഴുത്തിലാണല്ലോ നമ്മൾ ഇടുക. അപ്പോൾ ആംഗ്ലറ്റ് എന്തായാലും വേണം. അപ്പോൾ നമ്മളൊരു ആംഗ്ലറ്റ് നോക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഇങ്ങനെ ഒരു മുത്ത്, അതായത് ഒരു ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ള ഉണ്ടല്ലോ, അങ്ങനത്തെ മോഡലാണ് കേട്ടോ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത വള ഇടുമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് അവർ കുറച്ച് വലുപ്പത്തിൽ പണിയിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ സെയിം മോഡൽ തന്നെ നമ്മൾ ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കുത്തിക്കയറ്റാണ് കേട്ടോ. അപ്പോൾ അത് കയറാൻ കുറച്ച് ഈ ആദ്യത്തെ വള, അതായത് ഞാൻ പറഞ്ഞല്ലോ ഓരോ സെറ്റ് ഇട്ടിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു വേറെ മോഡൽ ഇടാനാണെന്ന്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റത്തെ ആ വളമുണ്ടല്ലോ അത് വേഗം കയറി. പക്ഷേ പിന്നെയുള്ള നമ്മൾ നോക്കിയാൽ ഒരേപോലത്തെ മോഡലുണ്ടല്ലോ അത് കയറാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ അവർ കവർ ഇട്ടിട്ട് കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പൊടിക്ക് നമുക്ക് കൂട്ടിയിട്ട് അവർ പണിയിപ്പിച്ച് തരും കേട്ടോ. പിന്നെ നമ്മൾ കമ്മലാണ് കേട്ടോ നോക്കിയത്. കമ്മൽ എൻ്റെ പൊന്നെ, എനിക്ക് ഫസ്റ്റ് എൻ്റെ എടുത്തപ്പോൾ ദാ ഈ ഒരു മുതൽ എൻ്റെ കണ്ണിലങ്ങോട്ടാക്കി എന്നെ എടുക്ക് പറഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ ഒരു സ്പാർക്ക് ഈ കമ്മലിൽ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതന്നെ ഇട്ട് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കമ്മൽ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവളെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഇയറിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയല്ലോ അവളേക്കാൾ ഭംഗിയുണ്ടായിരുന്നു എനിക്ക് വെച്ചപ്പെട്ടോ. പക്ഷെ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു, വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇയറിങ്സ് ഇടുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ഇടണമല്ലോ. അതിൻ്റെ സ്റ്റഡ് എങ്ങാനും നിലത്ത് വീണാലോ വിചാരിച്ചിട്ട് ഭയങ്കര ശ്രദ്ധിച്ചും പിടിച്ചിട്ടായിരുന്നു ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇയറിങ്സ് ഒന്നും നമ്മൾ
നമ്മൾ ഇടാനേ പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്ന ഗോൾഡിൻ്റെ ഇയറിങ്സും ഞങ്ങൾ ഇതുവരെ ഇടില്ല കേട്ടോ. നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ കൂടെയും ഈ ഗോൾഡിൻ്റെ ഇയറിങ്സ് മാച്ചല്ലല്ലോ. പിന്നെ ഈ ജിമിക്ക ടൈപ്പൊക്കെ നമ്മൾക്ക് സാരിയുടെ കൂടെ മാത്രം അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ഗോൾഡിൻ്റെ ഇയറിങ്സ് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു 10th വരെയൊക്കെ ഇട്ട് അത്രേ 10th വരെ ഇട്ടിട്ടില്ലെന്ന് തോന്നുള്ളൂ. ബാക്കിയൊക്കെ വീട്ടിൽ വെറുതെ അലമാരയിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയറിങ്സിൻ്റെ വലിയ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം നമ്മൾ എപ്പോഴും ഫാൻസി ഇയറിങ്സ് അല്ലാണ്ട് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ജിമിക്കാണ് കേട്ടോ എൻ്റെ കണ്ണിലുടക്കി എന്നെ എടുക്ക് എന്ന് പറഞ്ഞത്. എന്തായാലും അത് അവൾ ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഈ ഹെയർ ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വൃത്തികേട് തോന്നും കേട്ടോ. ഒരു ഭംഗി അതിൻ്റെ ഇടുപ്പ് തോന്നിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ അവളോട് ഹെയർ ഒന്ന് അഴിച്ചിട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കാൻ. അങ്ങനെ ആ ചേട്ടനും പറഞ്ഞു കേട്ടോ, ഹെയർ ഒന്ന് അഴിച്ചിട്ട് നോക്ക്, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി മൊത്തത്തിൽ കിട്ടുള്ളൂ, അങ്ങനെ കൂടെ ചെയ്ത് നോക്കാൻ. അപ്പം നമ്മൾ കുറേ നിർബന്ധിച്ചിട്ടാണ് അവൾ അതിന് വഴക്കിയത്. അങ്ങനെ മുടി അഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോട്ടോ. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന പോലെ വളയൊക്കെ കിലുക്കി അങ്ങനത്തെയൊക്കെ കാട്ടിക്കൂടലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇയറിങ്സ് ഉണ്ടല്ലോ, എൻ്റെ സ്ട്രെസ് മീ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഞാനത് കുറേ പറഞ്ഞിട്ടാണ് അവളെ ആ ഹെയർ ഒന്ന് ഫ്രീ ഹെയർ ആക്കിയിട്ടത്, പരത്തിയിട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നേ അങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് നോക്കിയിട്ട് പോയെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കിട്ടിയേനെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലി എടുത്ത ഓർണമെൻറ്റ്സൊക്കെ. ഇതെന്തായാലും നമ്മളിപ്പോഴൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരില്ല കേട്ടോ. കല്യാണത്തിൻ്റെ തലേദിവസം അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവരുള്ളൂ. കാരണം വീട്ടിലെടുത്ത് വെക്കാൻ അങ്ങനെ ഒരു ഇതൊന്നും നമുക്കില്ലല്ലോ. സോ നമ്മളതൊന്നും ചെയ്യില്ല. അപ്പോൾ ഇപ്പം നമ്മളെന്തായാലും ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ പണിയിപ്പിച്ച് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മിറർക്ക് കൂടെ ഫേസ് കാണിക്കുന്ന പോലെ എടുക്കാൻ നോക്കിയത്, പക്ഷേ ചെറുതായിട്ടത് ഫ്ലോപ്പായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇട്ട സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വരുന്ന സമയത്തുണ്ടല്ലോ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാനൊന്ന് മുകളിൽ പോയി കോഫിയുടെ ആ ഒരു സെക്ഷനിൽ പോയി വന്നപ്പോഴേക്കും മൊത്തം തിരക്ക്. ഞങ്ങൾ ഇരുന്ന സീറ്റ് വരെ പോയി. എനിക്കും അച്ഛനും ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സോഫയിലായിട്ടായിരുന്നു. അപ്പോൾ ചേട്ടന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇത്ര നേരം ഇരുന്നിട്ട് പിന്നെ സീറ്റ് പോയപ്പോൾ എന്നെ പിടിച്ചിട്ട് അവിടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുത്താട്ടോ ചെയ്തത്. പിന്നെ മേമയ്ക്ക് അതായത് ബ്രേസ്ലെറ്റ് എടുക്കണമായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കുമായിരുന്നു. അങ്ങനെ കുറേ ബ്രേസ്ലെറ്റ് നമ്മൾ നോക്കിയാൽ കുറേ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റോണൊക്കെ വെച്ച് റൂബിയുടെയൊക്കെ നല്ല ഭംഗികളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റോൺ നമ്മൾ ഡെയിലി യൂസിന് പോസിബിൾ അല്ല. സോ നമ്മളെപ്പോഴും ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും എടുക്കുന്ന പോലെ കൈ ചെയിൻ, ഈ സച്ചിൻ്റെ മോഡൽ, അങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ, അതായത് അതിനൊരു ഉറപ്പും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇടുപ്പും തോന്നിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മോഡൽ തന്നെ അവസാനം അതിക്ക് തന്നെയാണ് പറഞ്ഞ് പിടിച്ചെത്തിയത്. അങ്ങനെ നമ്മൾ ആ ബ്രേസ്ലെറ്റ് എടുത്ത ശേഷം കുറച്ച് ഇയറിങ്സ് കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇയറിങ്സ് ആയിരുന്നു ഈ ഒരു കുഞ്ഞ് കാലിൻ്റെ. ഞാൻ കുറച്ച് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കാലാണെന്ന്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളൊരു തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.